Hello guys, welcome to my YouTube channel Roam Her Life. ഹലോ. അപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സവാള, കൊച്ചുള്ളി, ബീഫ് കറി വെക്കാൻ. അതിന് അപ്പം ചൂട് നാളെ കാണിക്കും. അപ്പം നമ്മൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ബീഫും അപ്പവുമാണ് നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് December 25th നമ്മൾ ക്രിസ്മസ് ഡേയിൽ എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെന്നൊക്കെയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ നല്ല ബീഫാണ് കേട്ടോ. ബീഫൊക്കെ ഇങ്ങനെ ഷാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലതായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കര കട്ടിങ് സ്കില്ലാണ്. അതിനൊക്കെ ബീഫ് കട്ട് ചെയ്തു. ഞങ്ങളുടെ ബീഫ് കറിയൊക്കെ സെറ്റായി. കറിയുടെ ഒന്നും ഞാൻ ഫുൾ വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അമ്മായിമ്മയും മരുമോനും കൂടെ ഇരുന്ന് ചിരിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അപ്പം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്കാണ് ആദ്യമായിട്ട് അപ്പം കിട്ടിയത്. അവിടുത്തെ ഡിസ്കഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ അപ്പം വേണ്ട, അവന് ബ്രെഡ് മതി. അപ്പം മോനാണെങ്കിൽ അപ്പം വേണ്ട, അവന് ബ്രെഡ് മാത്രം മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്നൊരു ദിവസം നീ നമ്മളുടെ അപ്പവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പവും ഈ ബീഫ് കറിക്കും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ കള്ളപ്പവും ഈ ബീഫ് കറിയുമാണ് കേട്ടോ. അപ്പം പക്ഷെ നമുക്കിവിടെ കള്ളൊന്നും കിട്ടില്ല. അപ്പം നോർമലി നമ്മൾ അപ്പം കള്ളില്ലാതെയാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ പല ആംഗിളിൽ നിന്നും കൊച്ചുമക്കളുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പപ്പയും ഷാനും ഞാനും ഒക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. മോൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോന് മാത്രമാണ് ഇങ്ങനെ ബ്രെഡും അപ്പം കൂടുതലും ഇങ്ങനത്തെ ഫുഡിനോടൊക്കെ താല്പര്യം. അവന് നമ്മുടെ ഇന്ത്യൻ ഫുഡിനോട് ഇച്ചിരി താല്പര്യക്കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജ്യൂസൊക്കെ എടുത്ത് കാണിച്ച് ചിയേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ December 25th ക്രിസ്മസ് സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത്. നന്നായിട്ട് ഫാമിലി ആയിട്ട് നല്ലൊരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പതുക്കെ നമ്മൾ ഇച്ചിരി ഒക്കെ ഉറങ്ങി. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഉച്ചയായി ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ നല്ലൊരു ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും ഉച്ചയ്ക്ക് ശേഷം ഒരിടത്ത് വരെ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് പതുക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട്. ആടൻകുട്ടനൊക്കെ ചിരിച്ച് കാണിക്കുകയൊക്കെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ ഷാനൊക്കെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ ബീഫ് കറിയുടെ വീഡിയോ ഞാൻ എടുത്തില്ലെങ്കിലും ഇപ്പം ഞാൻ കുക്ക് ചെയ്ത വീഡിയോ എടുത്തില്ലെങ്കിലും കറിയുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നു. അപ്പം കാസറോളിൻ്റെ അകത്തിരിക്കുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ലൊരു ദിവസമായിരുന്നു. പപ്പയും മമ്മിയും വല്ലപ്പോഴും അല്ല ഇവിടെ വരെയുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പതുക്കെ വൈലംബ്രൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജർമ്മനിയിലെ ഒരു സ്ഥലത്ത്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസും സ്വിറ്റ്സർലാൻഡും ജർമ്മനിയുടെയും ബോർഡറാണ്. അപ്പം 3 രാജ്യങ്ങളും കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ അകത്താണ് ഈ വൈലംബ്രൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ഇവിടെ വന്നേക്കാണ്. അപ്പം പതുക്കെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് വഴി നമുക്ക് അപ്പം നമ്മൾ ഇവിടുന്ന് പതുക്കെ നടന്ന് ഫ്രാൻസിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. അപ്പം ഈ സ്ഥലത്തിന് നമ്മൾ ജർമ്മനിൽ പറയുന്നത് ഡ്രൈലാൻഡർ എക്ക് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 രാജ്യങ്ങളും കൂടെ ചേരുന്ന ഒരു കോർണർ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും ജർമ്മനിയും കൂടെ ചേരുന്ന ഒരു കോർണറായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ കുറേ ഇങ്ങനെ ചിൽഡ്രൻസിന് കളിക്കാൻ വേണ്ടിയിട്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇങ്ങനെ ഒരു ഷിപ്പിൻ്റെ മോഡലിലൊരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും മോനും ഒക്കെ അതിൽ കയറി. അപ്പച്ചനപ്പം അന്നേരം ഒരാഗ്രഹം, അങ്ങനെ പപ്പയും കയറുന്നുണ്ട്.
അങ്ങനെ എന്താണ് നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഈവനിങ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളൊരു ഉച്ചയായപ്പോഴാണ് പോയത്. കാരണം ഇവിടെ ഏകദേശം ഒരു 4:45 ആകുമ്പോഴത്തേന് ഇരുട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വൈകിട്ട് എങ്ങും പോകാൻ ഉള്ള ഒരു മൂഡ് ആർക്കും ഇല്ല. പപ്പയ്ക്കും മമ്മിക്കും പിന്നെ തണുപ്പ്, വെയിലില്ലെങ്കിൽ പിന്നെ തണുപ്പാണെന്നും പറഞ്ഞു പിന്നെ അവർ വീട്ടിലിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പതുക്കെ പോയി. മോൾക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് അങ്ങനെ അതിലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ പോവാണ്. അങ്ങനെ എന്താണ് മരമൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, ഇലയൊക്കെ കൊഴിഞ്ഞ് ഇങ്ങനെ വിൻ്ററിൽ ഇങ്ങനെ തണുത്തുറഞ്ഞ് നിൽക്കുകയാണ്, മരങ്ങളാണേലും പ്രകൃതിയാണെങ്കിലും. അങ്ങനെ മോളെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഷാനാണെങ്കിൽ ഒരു കാഷ്യൂനട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അവളിങ്ങനെ കഴിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ പതുക്കെ നമ്മൾ അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞു ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന്. അപ്പം മോനൊക്കെ ഉണ്ടായതുകൊണ്ട് അവനൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ ഇങ്ങേയറ്റം നമ്മളിപ്പം നിൽക്കുന്നത് ജർമ്മനിയിലും അപ്പുറത്തെ അറ്റം ഫ്രാൻസുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമോ അല്ലെങ്കിൽ നമുക്ക് സൈക്കിള് വഴി മാത്രമേ ഈ ബ്രിഡ്ജിൽ കൂടെ നമുക്ക് അപ്പുറത്ത് ഫ്രാൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് നമ്മളുടെ വണ്ടിയിൽ പോകണമെങ്കിൽ അപ്പുറത്തുകൂടെ വേറൊരു വഴിയുണ്ട്. പക്ഷെ മെയിനായിട്ടും ഇവിടെ കൂടെ നടന്നു പോകുന്നവർക്കും പിന്നെ സൈക്കിൾ യാത്രക്കാർക്കും കൂടി വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജർമ്മൻ ഗവൺമെൻറ്റും ഫ്രഞ്ച് ഗവൺമെൻറ്റും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പരമായി നടത്തിയ ഒരു ബ്രിഡ്ജാണ് അവരുണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പം ഏകദേശം 9 മില്യൺ യൂറോയുടെ പ്രോജക്റ്റായിരുന്നു. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 10 2006 തുടങ്ങിയിട്ട് പിന്നെ കൺസ്ട്രക്ഷൻ തീർന്ന് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നത് മാർച്ച് 30 2007 ഏകദേശം ഒരു വർഷം എടുത്ത കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പം 2 ഗവൺമെൻറ്റിൻ്റെയും എല്ലാവരുടെയും ഫ്ലാഗ് ഉണ്ട്, പിന്നെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അങ്ങനെ ഓരോ ഇതിൻ്റെ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ ഫ്ലാഗ് അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊരു ഹോട്ടലാണ്, അവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ പിന്നെ ഒരുപാട് അരയന്നങ്ങളും ഡക്കും അങ്ങനെ കുറേ ഇങ്ങനെ പക്ഷികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എല്ലാം അവിടെ നാശമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം. പക്ഷെങ്കിൽ എന്നാലും നമ്മളിങ്ങനെ കൂളായിട്ടൊരു സമയമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അരയന്നത്തിനെയൊക്കെ നോക്കി നമ്മളിങ്ങനെ നിന്നു. അതുങ്ങളിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വരും. ഇപ്പം എന്തെങ്കിലും നമ്മൾ കഴിക്കാൻ കൊടുക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ കൂടെ അവർ വരും. കാരണം പ്രത്യേകിച്ച് ഈ വിൻ്ററിൽ അവർക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ അപ്പം നമ്മളൊക്കെ വരുമ്പം എന്തെങ്കിലും ഫീഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കി നമ്മളുടെ കൂടെ വരും. പക്ഷേ നമ്മളുടെ അവിടെ സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്നും ഫീഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഫുഡ് കൊടുക്കുമ്പം അതിനെന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഇതിങ്ങളിങ്ങനെ അലയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ ഈ ഡക്കൊക്കെ ഇങ്ങനെ അലയ്ക്കുന്ന സൗണ്ടും ഒക്കെ കേൾക്കുമ്പം മോളിങ്ങനെ അതേ സൗണ്ട് തിരിച്ചിങ്ങനെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ പിന്നെ മോനിങ്ങനെ പറയാണ് അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങിക്കൂടാ, ഇങ്ങനെ ഇപ്പം തണുപ്പാ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് നേരം ജർമ്മനിയുടെ ഈ കരയിലൊക്കെ നിന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ പറവകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതും അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ചിലവഴിച്ചു. പിന്നെ ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ടൗൺ ആയിട്ടുള്ള വൈലം ബ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദം വിതംബർഗിലെ സൗത്ത് സൈഡിലുള്ള ഒരു കുഞ്ഞ് ടൗൺ ആയിട്ടുള്ള വൈലം ബ്രൈനും പിന്നെ ഫ്രാൻസിലെ ടൗൺ ആയിട്ടുള്ള ഹൗവിങ്ങനിലുമാണ് ഇതിങ്ങനെ കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രാൻസ് ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ സ്വിറ്റ്സർലാൻഡാണ്. അപ്പോൾ ഈ ജർമ്മനിയിൽ നിന്ന് നമുക്ക് ഇച്ചിരിയും കൂടെ ഒരു 300-400 മീറ്റേഴ്സ് അപ്പുറത്തോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡാണ്. അപ്പം എല്ലായിടത്തും കൂടി പോകാൻ പറ്റിയ ഒരു ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തോട്ടും നമുക്കൊരു ആക്സസ് ഉണ്ട്. അപ്പം അങ്ങനെ പതുക്കെ നമ്മൾ ബ്രിഡ്ജിലേക്കൊക്കെ കയറി
ബ്രിഡ്ജ് നല്ല സ്ട്രോങ് ആണ്. അപ്പം ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നമുക്ക് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഷിപ്പൊക്കെ പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഇങ്ങനെ എന്താണ് ആഡംബര ഷിപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഷിപ്പല്ല, എന്നാലും അങ്ങനത്തെ പല ടൈപ്പിലുള്ള ഷിപ്പുകൾ, അങ്ങനെ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഷിപ്പ്. പിന്നെ ഈ നദിയുടെ പേരാണ് റൈൻ. അപ്പം ഈ നദിയാണ് ഇവിടുത്തെ മിക്കവാറും ഉള്ള രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം സ്വിറ്റ്സർലാൻഡും ജർമ്മനിയും തമ്മിലുള്ള എന്താണ് ബോർഡർ തിരിക്കുന്നത് ഈ റൈൻ എന്ന് പറഞ്ഞ നദിയാണ്. അതുപോലെ തന്നെ ഇതുവഴി പോകുമ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ബോർഡർ തിരിക്കുന്നതും ഈ റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നദിയാണ്. അപ്പം പപ്പയും മമ്മിയും ഇങ്ങനെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവരുടെ ഷൂട്ടൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ, ഇത് മൊത്തം ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്ന ഫുൾ സ്റ്റീലിലാണ് കേട്ടോ. സ്റ്റീൽ ആർക്ക് ബ്രിഡ്ജാണ്, ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ഒരു പാലം പോലാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 248 മീറ്ററാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 12 മീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ലോങ് ഏറ്റവും മേളിലോട്ടുള്ള തൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ 229 മീറ്ററാണ്. അങ്ങനെ പല ഇതിനുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുവഴി ഞാൻ പറഞ്ഞില്ലേ, അതുവഴി ഒരു ചരക്ക് കപ്പൽ പോവാണ്. അങ്ങനെ കുറേ ഗുഡ്സൊക്കെ ആയിട്ട് അതിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഒരുപാട് എന്താണ് ഗുഡ്സും അങ്ങനെയുള്ള പല ട്രാൻസ്പോർട്ടേഷൻസും ഈ റൈനിൽ കൂടെ നമ്മളുടെ സ്വിറ്റ്സർലാൻഡിലാണേലും ഫ്രാൻസിലാണേലും ഒക്കെ നടക്കുന്നുണ്ട്, ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമ്മളിതാ ഫ്രാൻസിൽ കാലുകുത്തി. ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ജർമ്മനിയിലെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രാൻസിൽ വരുന്നതിന് പ്രത്യേകം, കാരണം ഇതൊക്കെ ഷെങ്കൻ കൺട്രീസ് ആണല്ലോ. അപ്പം ഓൾറെഡി നമുക്കൊരു വിസ ഉണ്ടായതുകൊണ്ട് നമുക്കിപ്പോൾ പ്രത്യേകം വിസയുടെ ആവശ്യങ്ങൾ ഇല്ല. അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ പതുക്കെ ഫ്രാൻസിലെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അവിടെ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 4-5 വർഷത്തിന് അകമാണ് ഇവിടെ ഇത്രയും ഒരു വികസനം ഉണ്ടായത്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൈൻ്റെ കരയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഗാർഡനും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഫ്രാൻസിൻ്റെ ആ ഒരു പോർഷൻ ഇരുന്നത്. അങ്ങനെ അവരിവിടെ ഒരുപാട് ഫ്ലാറ്റൊക്കെ ഇപ്പം കിട്ടി. അങ്ങനെ ഇപ്പം നല്ല ഒരുപാട് വികസനങ്ങൾ വന്നു അതിൻ്റെ ആ ഒരു കരയിൽ. അങ്ങനെ നമ്മളിങ്ങനെ ഫ്രാൻസിലെ കുറേ കാഴ്ചകളായിട്ടാണ്. പക്ഷേ ഇന്ന് കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25-നാണ് നമ്മൾ ഈ പോകുന്നത്. അങ്ങനെ എന്താണ് പ്രത്യേകിച്ച് കടകളൊന്നും ഓപ്പൺ അല്ല. അപ്പം ഞങ്ങൾ പതുക്കെ നടന്ന് അവിടെ ഒരു എന്താണ് കോഫി കുടിക്കുന്ന കടയുണ്ടോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ബാറുകൾ, ചില ബാറുകളൊക്കെ ഓപ്പണാണ്. പക്ഷേങ്കിൽ കോഫി കുടിക്കുന്ന കഫറ്റേരിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഓപ്പൺ അല്ല. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ ആ ഒരു സ്ഥലത്തെ ഒരു സ്ക്വയറിൽ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൗണിൻ്റെ നടുക്കായിട്ട് നമ്മൾ വന്നു. അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാം ഏകദേശം ഒരേ കൺസ്ട്രക്ഷനും എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളായിട്ട് നമുക്ക് തോന്നാറില്ല. വീടിൻ്റെ എല്ലാ ഒരു രൂപഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രിയിലും ഒരുപോലെ തന്നെ ഇരിക്കും. ഇതാണ് അവിടുത്തെ കേട്ടോ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ. അപ്പം നമ്മൾ പതുക്കെ കുറച്ച് ഡെക്കറേഷൻ കയറി നമുക്ക് അതിൻ്റെ അകത്തൂടെ നടന്ന് കാണാനുണ്ട്. അപ്പം മോന് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ സ്കൂട്ടറും കൊണ്ടാണ് അവൻ നടക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പം നമ്മൾ പതുക്കെ അതിലേക്ക് കയറാൻ പോവാണ്. മമ്മിയൊക്കെ ഹായൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ നമുക്ക് പതുക്കെ എന്തൊക്കെയാണ് അവിടുത്തെ ഡെക്കറേഷൻ എന്ന് കാണാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി കൂടെ രാത്രിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷേങ്കിൽ ഒരു മൂങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഒരുപാട് ഇതായി കഴിയുമ്പോഴത്തേന് തണുപ്പ് കൂടും. ഇപ്പോൾ ഓൾറെഡി അങ്ങ് തണുപ്പ് ഏകദേശം ഒരു -2 പോയി. അവരെ കൊണ്ട് അത്രയൊന്നും നമുക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഓരോ ഡെക്കറേഷനൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പോവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ നമ്മളുടെ ക്രിസ്മസ് ഒരുപാട് സ്പെഷ്യലാക്കിയേക്കുന്നത് പപ്പയും മമ്മിയും വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പെഷ്യലാണ്. അവരുടെ കൂടെ നന്നായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റി. കുറേ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾക്ക് ഓർമ്മകൾക്കായി സൂക്ഷിക്കാൻ പറ്റി. ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസിനെ സ്പെഷ്യലാക്കിയത്.
നമ്മൾ എന്താണ് ഒരുപാട് നാളായില്ലേ പേരൻസിൻ്റെ കൂടെ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ട്, അവരിവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പം എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പം പിന്നെ അവർക്കും ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസ് ആയിരുന്നു. അവർ ആദ്യമായിട്ടാണ് എസ്രനെ കാണുന്നത്. അപ്പം അങ്ങനെ അവരും ഹാപ്പി ആയിരുന്നു. പിന്നെ തണുപ്പെന്നുള്ളൊരു പ്രശ്നം മാത്രമായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു പ്രോബ്ലം. പിന്നെ ഷാനാണെങ്കിൽ പപ്പയുടെയും മമ്മിയുടെയൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് നിങ്ങളെ എന്തൊക്കെയാണ് ഡെക്കറേഷൻ എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കേട്ടോ. ഈ വൈറ്റ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇവർ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് അടിച്ച് അത് വൈറ്റ് ആക്കി വെച്ചേക്കാണ്. പിന്നെ നമുക്കിവിടെ ഫോട്ടോ എടുക്കാൻ ഒരു സെക്ഷനുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻറ്റ്. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പോകുമ്പം അതാണെങ്കിലും ഷാനാണെങ്കിലും എൻ്റെ പപ്പയുടെയും മമ്മിയുടെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളാണ്. അവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ നമ്മളെല്ലാവരും എന്താണ് ഫാമിലി ഒരുമിച്ചിരിക്കുമ്പോൾ എന്താണ് ഒരു കോസി ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കോഫി കുടിക്കാനാണ് പോയത്, പക്ഷേ കോഫി കുടിക്കുന്ന കടയൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ക്രോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ജർമ്മനിയിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ പതുക്കെ ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞു. മമ്മിക്ക് ഈ സ്റ്റോൺ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിലിന്ന് 3-4 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോസ് ചെയ്യിപ്പിക്കുകയാണ് പപ്പേനെയൊക്കെ. പപ്പയാണെങ്കിൽ മുഖം മൂടിയിരിക്കുകയാണ് ഇങ്ങനെ തണുപ്പ് കാരണം. ആ കാണുന്നതാണ് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു പോർഷൻ മുഴുവൻ അങ്ങോട്ടാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പം നമ്മളിങ്ങനെ പതുക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകളായിട്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മൾ അടുത്ത ദിവസം ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട്. ഞങ്ങളിങ്ങനെ യൂറോപ്പ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡിസംബർ 25 എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ പനിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് നേരുന്നു. അപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേനും ന്യൂ ഇയർ ആവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ നേരുന്നു. അപ്പം താങ്ക് യു ഗായ്സ്. അപ്പം ബൈ. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, ബൈ.